അപ്പൊ അതാണ് സന്യാസ ലക്ഷണം. ജ്ഞാനം സന്യാസ ലക്ഷണം ഇതിച്ച്. ഇനി ഇഹ അപി അന്തേ ഉക്തം അർജുനായ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഇതി. ഇഹ അപി എന്ന് പറഞ്ഞാൽ ഈ ഗീതയിലും ഭഗവാൻ അർജുനനോടായിക്കൊണ്ട് പറയും, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എല്ലാ ധർമാധർമ്മങ്ങളെയും വെടിഞ്ഞ് എന്നെ ശരണം പ്രാപിച്ചോളൂ, ആത്മസ്വരൂപനായ എന്നെ ശരണം പ്രാപിക്കൂ, എന്നാൽ നിന്നെ ഒരു പാപങ്ങളും ബാധിക്കുകയില്ല എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അർജുനൻ അതിന് യോഗ്യത ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അപ്പൊ തന്നെ എല്ലാം ഉപേക്ഷിച്ച് നിശ്ചലനായി ഇരിക്കാൻ സാധിച്ചില്ല, തിരിച്ചറിയാം. അപ്പോ ഭഗവാന്റെ ഗീതയിലെ അവസാന ഉപദേശം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന ഉപദേശം എല്ലാ ധർമാധർമ്മങ്ങളെയും വെടിഞ്ഞ് ഒരു ചിന്തയുമില്ലാതെ ശാന്തനായിരിക്കാനാണ്. അത് സാധിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത വരണം, അന്ധക്കരണ പാകത വരണം, ശുദ്ധി വരണം. അത് സാധിക്കണമെങ്കിൽ അത്രയും ഭക്തി ഉണ്ടാവണം, ആ സമർപ്പണം ഉണ്ടാവണം. അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. അത് സാധിച്ചവരാണ് ഗോപികമാർ. ഗോപികമാര് ക്രമത്തിൽ വളർന്ന് ആ അവസ്ഥയിലേക്ക് എത്തി. സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പുണ്യാപുണ്യങ്ങള്, ധർമാധർമ്മങ്ങള്, ലോക വ്യവഹാര നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അവർ ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിതരായി. അതുകൊണ്ട് അവര് ഭക്ത ശിരോമണികളായി അറിയപ്പെടുന്നു. യഥാ വ്രജഗോപികാനാം എന്ന് നാരദ ഭക്തി സൂത്രത്തിൽ നാരദൻ അവരെ എടുത്തു പറയാൻ കാരണം അവരുടെ ആ ഒരു നിലവാരമാണ്. അവര് ആരംഭത്തിൽ അത്ര ആയിരുന്നില്ല, അവര് ക്രമത്തിൽ വളർന്ന് ആ ഒരു ഉയരത്തിലേക്ക് എത്തിയവരാണ്. ആ ഉയരത്തിലാണ് അവർക്ക് രാസക്രീഡയുടെ അനുഭൂതി ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. അല്ലാതെ ജനിച്ച ഉടനെ അവർക്ക് രാസക്രീഡ കൊടുത്തില്ല. ഭഗവാന്റെ യഥാർത്ഥ മഹിമയെ അറിഞ്ഞ് ഭഗവാനെ സ്നേഹിച്ച് 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 ഭഗവാന്റെ തത്വം അറിയാൻ അവര് യോഗ്യരായി. ഭഗവാൻ ആരെന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ തത്വം അറിഞ്ഞു അവര്. തത്വം അറിഞ്ഞ ഗോപികൾക്കാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയത്. അപ്പൊ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന ഭഗവാന്റെ ഉപദേശം ശരിക്കും പ്രായോഗികമാക്കിയവരാണ് ഗോപികമാര്. അർജുനൻ ആ തലത്തിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച് അല്ലെങ്കിൽ സന്യാസധർമ്മം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അപ്പൊ കഴിഞ്ഞില്ല. ചിന്തിക്കുക. അപ്പൊ എന്താണ് ഭഗവത്ഗീതയുടെ പരമപ്രയോജനം എന്നാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദര് നിശ്ചയിക്കുകയാണത്. കാര്യം നിശ്ചയിക്കണം. പരമപ്രയോജനം സംസാരത്തിന്റെ അത്യന്ത ഉപരതി, പരമമായിട്ടുള്ള നിശ്രേയസം. അതാണ് ഗീതയുടെ ലക്ഷ്യം, ഗീതയുടെ പ്രയോജനം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ
അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ഹരി ഓം.